ഹായ്, ഇന്ന് അടിപൊളി ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. രാവിലത്തെ ചായക്കും ഇത് നല്ലതാട്ടോ. കുട്ടികൾക്കും വലിയവർക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബേക്കറി അല്ലെങ്കിൽ ബർഗർ ഇതിനേക്കാട്ടൊക്കെ എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടുള്ള ഇലയടയൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഗോതമ്പ് പൊടി അധികം ലൂസും അല്ല അധികം കട്ടിയല്ലാത്ത രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കര ഇങ്ങനെ ചീകിയെടുക്കണം. ശർക്കര ഉരുക്കി ചേർക്കുകയും ചെയ്യാം കേട്ടോ. അതിൽ അഴുക്കൊക്കെ കളഞ്ഞിട്ട് അങ്ങനെയും ചെയ്യാം. ഞാൻ പക്ഷേ ഇവിടെ ഇങ്ങനെ ചീകിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ശർക്കരയൊക്കെ ചീകിയെടുക്കുന്നുണ്ട്. നമുക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ശർക്കരയൊക്കെ ഇവിടെ ചീകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരകണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഏലക്കായ പൊടിച്ചതും നല്ല ജീരകം പൊടിച്ചതും പിന്നെ കുറച്ച് പഴം കൂടുതൽ വേണ്ട, കുറച്ച് മതി. പിന്നെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു വലിയ പാത്രത്തിലിട്ടിട്ട് ശർക്കരയും തേങ്ങയും ഏലക്കായും പഴവും നല്ല ജീരകവും ഒക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതായത് ആവിയിൽ വെക്കണമല്ലോ, ആവിയിൽ വെച്ചിട്ടാണല്ലോ ഇത് വേവിക്കുന്നത്. അപ്പോൾ വെള്ളം തിളപ്പിക്കും. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാണ് എടുക്കുന്നത്. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം എടുക്കണം, കാരണം കുറച്ച് സമയം വേവാനുണ്ട്. അപ്പോൾ വെള്ളം വറ്റിപ്പോറുതല്ലോ. അപ്പോൾ എന്നിട്ട് അതിൽ ആവിത്തട്ട് വെച്ച് ഇതിൽ ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇലയിൽ 3 ഇലയിൽ എനിക്ക് 3 എണ്ണമാണ് ഈ തട്ടിൽ വെക്കാൻ പറ്റൂ പരത്തി ശർക്കരയും ആ തേങ്ങേൻ്റെ ഒക്കെ കൂട്ട് ഇതിലിങ്ങനെ ആക്കുന്ന സമയം കൊണ്ട് നമുക്കവിടെ വെള്ളം വയ്ക്കാം. അവിടെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിടുന്ന് തിളച്ചോളുമല്ലോ. അപ്പം ഇതിങ്ങനെ സെറ്റാകുന്ന സമയത്ത് അവിടുന്ന് വെള്ളം തിളയ്ക്കും. അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇലയിലോ ഉള്ളതൊക്കെ നമുക്കിങ്ങനെ പരത്തി വെക്കാം. നമുക്ക് എത്ര ഇടാൻ പറ്റുമോ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ടോ. എന്നിട്ട് പകുതി വേവുമ്പോൾ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചും മറച്ചു വിട്ട് വേവിക്കണം കേട്ടോ. അങ്ങനെ ഞാനിവിടെ 3 ഇലയിലും പിന്നെ ഗോതമ്പ് മാവ് കൈകൊണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. കൈകൊണ്ട് ഇങ്ങനെ പരത്തി വെച്ച്, കൈകൊണ്ട് നമ്മൾ ഇങ്ങനെ പരത്തി വെക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ കൈ ഒന്ന് നനയ്ക്കണം, ഇല്ലെങ്കിൽ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഗോതമ്പ് പൊടിയല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇത് പരത്തി എടുക്കാൻ പറ്റൂ. അങ്ങനെ 3 ഇലയിലുള്ള ഗോതമ്പ് മാവിൻ്റെ അകത്തേക്കും നമ്മൾ ഇത് ഫില്ലിങ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യുക, ഓരോന്നും ഇങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ ഓരോന്നും അങ്ങനെ മുഴുവനും ഞാൻ മടക്കി. ഇനി അപ്പോഴേക്കും വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതാണ് നമ്മുടെ ആവിയിൽ വെക്കേണ്ട തട്ട്. ആവിത്തട്ട് വെച്ചു, അടയൊക്കെ അതിലേക്ക് വെച്ചു, അടച്ച് വെച്ചു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കി അത് തിരിച്ചും മറിച്ചുവിട്ട് വേവിച്ചു. അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റ്